الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതം വിജയപ്രദമാക്കി തീർക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ റബ്ബിനെ കുറിച്ചുള്ള നമ്മുടെ കൃത്യമായ അറിവാണ് അള്ളാഹുവിന് സമ്പൂർണമായി കീഴൊതുങ്ങി ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ആ അറിവിലേക്ക് നമ്മെ എത്തിക്കുന്നത് അള്ളാഹുവിൻ്റെ ഖുർആനാണ്. ഖുർആൻ അതിന് സ്വീകരിച്ച ശൈലി അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ സൃഷ്ടിപ്പുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ് എന്നതാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ നിർബന്ധ ജുമാ ഖുത്ബയിൽ നാം ചർച്ച ചെയ്തത്. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും ബോധവും അവൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോകേണ്ടുന്നവരാണ് എന്ന ഉറച്ച വിശ്വാസവും മാത്രമാണ് മനുഷ്യനെ നന്മയിൽ നിലനിർത്തുന്നത്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത്, അഅ്ളമു ആയത്തിൻ ഫീ കിതാബില്ല, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന, നമുക്കൊക്കെ മനപ്പാഠം കാണാതെ അറിയാവുന്ന, ദിവസവും ഫർള് നമസ്കാര ശേഷം നാം ആവർത്തിച്ച് ചൊല്ലാറുള്ള ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസി ഒരാൾ കൃത്യമായി അർത്ഥമറിഞ്ഞ് പഠിക്കുകയും ആ ആയത്ത് അവന്റെ ഓരോരുത്തരുടെ, ഓരോ മുസ്ലിമിന്റെയും ഓരോ വിശ്വാസിയുടെയും മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് സംഭവിക്കുകയില്ല. അവനൊരിക്കലും നിരീശ്വരവാദിയോ യുക്തിവാദിയോ ആവുകയില്ല. അവനൊരിക്കലും ഒരു അക്രമിയോ അനീതി ചെയ്യുന്നവനോ താന്തോന്നിയോ ആയിത്തീരുകയില്ല. അള്ളാഹുവിന് സമ്പൂർണമായി കീഴൊതുങ്ങിയ നല്ല ഒരു മുസ്ലിമായി തീരും ആ ആയത്ത് കൃത്യമായി അർത്ഥസഹിതം പഠിച്ചാൽ. നമ്മൾ ആയത്തിനെ കുറിച്ച് ചിന്തിച്ച്, ഗഹനമായി ചിന്തിച്ച് കൃത്യമായി പഠിക്കണം. അള്ളാഹു തുടങ്ങുന്നത് തന്നെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം. അള്ളാഹു ആകുന്നത് ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഒരു ആരാധ്യനേ ഇല്ല
എന്നിട്ട് അള്ളാഹു പറയുന്ന ഒന്നാമത്തെ വാക്ക് അൽ ഹയ്യ്, അവൻ ആദ്യവും അന്ത്യവും ഇല്ലാതെ നിലനിൽക്കുന്നവനാണ് എന്നാണ്. അള്ളാഹു അവനെ നമുക്ക് പരിചയപ്പെടുത്തി തരാണ്. ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു, ഇന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങൾക്ക് ഒരേ ഒരു ആരാധ്യൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആരാധന എന്ന് പറഞ്ഞ് എന്തൊക്കെ നിങ്ങൾ ചെയ്യുന്നുവോ, പ്രാർത്ഥനയാവട്ടെ, നേർച്ചയാവട്ടെ, മറ്റു ഇബാദത്തുകളാവട്ടെ, ആരാധന എന്ന നിലക്ക് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുവോ അതൊക്കെ ചെയ്യപ്പെടാൻ അർഹനായ ഒരേ ഒരു ആരാധ്യൻ മാത്രമേ ഉള്ളൂ. ഇന്നമാഹുവ ഇലാഹും വാഹിദ്, ഇന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. തീർച്ചയായും നിങ്ങളുടെ ആരാധ്യൻ ഒരേ ഒരു ആരാധ്യനാണ്. എന്താണ് അവന്റെ പ്രത്യേകത? അള്ളാഹ് പറഞ്ഞുതരാ, അൽ ഹയ്യ്. അപ്പൊ ആദ്യവും അന്ത്യവും ഇല്ലാത്ത ആ ഒരു ശക്തി മാത്രമാണ് ആരാധനക്ക് അർഹൻ എന്ന് അള്ളാഹു പറയാണ്. മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹ്, അവനത്ര അല്ലാഹു, അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഒരു ആരാധ്യനില്ല. അലിമുൽ ഗൈബി വശ്ശഹാദ, ദൃശ്യവും അദൃശ്യവും എല്ലാം അറിയുന്നവൻ. ഹുവ, അവൻ. അർ റഹ്മാൻ, പരമകാരുണികനാണ്. അർ റഹീം, കരുണാനിധിയാണ്. ആമന റസൂൽ ആയത്തുൽ കുർസിയുടെ 2-ാം ഭാഗം അൽ ഹയ്യുൽ ഖയ്യൂം പറഞ്ഞിട്ട് പിന്നെ ലാ തഅഖുദുഹു സിനത്തും വലാ നൗം, അവന് മയക്കമോ ഉറക്കമോ ബാധിക്കുകയില്ല. ഖുതുബയൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊന്ന് മയക്കം വരും. പക്ഷെ അള്ളാഹുവിന് ഒരു സെക്കൻഡ് പോലും തന്റെ സൃഷ്ടികളുടെ കാര്യത്തിൽ അശ്രദ്ധനാവുന്ന ഒരു അവസ്ഥ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് അള്ളാഹ് പറയാൻ. അവൻ എന്നിട്ട് പറഞ്ഞു, ഹുവർ റഹ്മാനുർ റഹീം, അവൻ പരമകാരുണികനും കരുണാനിധിയുമാണ്. അപ്പൊ അള്ളാഹു ആദ്യവും അന്ത്യവും ഇല്ലാതെ നിലനിൽക്കുന്നവനാണ്. ഒരു സെക്കൻഡ് പോലും സൃഷ്ടികളുടെ കാര്യത്തിൽ അശ്രദ്ധനാവാത്തവനാണ്. പരമകാരുണികനും കരുണാനിധിയുമാണ്. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, വല്ലാഹു റഊഫും ബിൽ ഇബാദ്, അടിമകളോട്, തന്റെ ദാസന്മാരോട്, സൃഷ്ടികളോട് അങ്ങേയറ്റത്തെ അനുകമ്പയുള്ളവനാണ് പടച്ച തമ്പുരാൻ. വഹുവൽ ഗഫൂറുൽ വദൂദ്, അങ്ങേയറ്റം പൊറുക്കുന്നവനും അങ്ങേയറ്റത്തെ സ്നേഹസമ്പന്നനുമാണ്, ദയാലുവാണ്, തന്റെ സൃഷ്ടികളോട് ഏറ്റവും അനുകമ്പയുള്ളവനാണ്. അപ്പൊ അവന്റെ സൃഷ്ടികളെ, നമ്മെ കുറിച്ച് അള്ളാഹുവിനേക്കാൾ നമ്മെ അറിയുന്ന മറ്റൊരു ശക്തിയില്ല, മറ്റൊരു സൃഷ്ടിയില്ല, മറ്റൊരു മഹാനില്ല. മരണപ്പെട്ടവനോ മരണപ്പെട്ടു പോയവരോ ജീവിച്ചിരിക്കുന്നവരോ ആയ ഒരൊറ്റ വ്യക്തിയോ ശക്തിയോ ഇല്ല. അള്ളാഹുവിനേക്കാൾ നമ്മെ അറിയുന്ന മറ്റാരുമില്ല. അത് അള്ളാഹ് പറയുന്നത്. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം, ഒരു സെക്കൻഡ് പോലും അശ്രദ്ധ ബാധിക്കാതെ, ഉറക്കമോ മയക്കമോ ബാധിക്കാതെ, അലിമുൽ ഗൈബി വശ്ശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്ന ദയാപരനായ, പരമകാരുണികനായ, കരുണാനിധിയായ, അങ്ങേയറ്റത്തെ സൃഷ്ടികളോട് സ്നേഹസമ്പന്നനായ അള്ളാഹു. ആ അള്ളാഹുവിനേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന മറ്റൊരു മനുഷ്യനില്ല. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചിരിക്കുന്നവരോ ആരുമില്ല. എന്നിട്ട് റബ്ബ് പറയാ, ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, അവനത്ര നിങ്ങളുടെ റബ്ബ്, നിങ്ങളെ പരിപാലിക്കുന്നവൻ, നിങ്ങൾക്ക് ജന്മം നൽകിയവൻ, നിങ്ങൾക്ക് ജീവിതം നൽകിയവൻ, നിങ്ങൾക്ക് സൃഷ്ടിപ്പ് നൽകിയവൻ, ഈ ഭൂമിയിൽ ഇതുവരെ എന്നെയും നിങ്ങളെയും ജീവിപ്പിച്ചവൻ. ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, അവനത്ര നിങ്ങളുടെ റബ്ബ്. ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ, ആ ലോകരക്ഷിതാവായ അള്ളാഹു എത്ര അനുഗ്രഹീതനാണ്. ഹുവൽ ഹയ്യു, അവൻ ആദ്യവും അന്ത്യവും ഇല്ലാതെ നിലനിൽക്കുന്നവനാണ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ആരാധ്യനേ ഇല്ല. ഫദ്ഉഹു, അതിനാൽ അവനോട് മാത്രമാണ് നിങ്ങൾ ദുആ ചെയ്യേണ്ടത്. മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അവന് മാത്രമാക്കിക്കൊണ്ട്. റബ്ബിനെ മനസ്സിലാക്കിയാൽ, ആരാണ് റബ്ബ് എന്നൊരാൾ കൃത്യമായി മനസ്സിലാക്കിയാൽ, അള്ളാഹുവിനേക്കാൾ അവന്റെ മനസ്സിൽ മറ്റൊരു സൃഷ്ടിക്കും സ്ഥാനം ഉണ്ടാവുകയില്ല. അള്ളാഹുവിനേക്കാൾ എന്നെ സ്നേഹിക്കുന്ന, എന്നെ പരിഗണിക്കുന്ന, ഞാൻ വിളിച്ചാൽ കേൾക്കുന്ന മറ്റൊരാളില്ല എന്നതായിരിക്കും അവന്റെ വിശ്വാസം. അതാ ഖുർആൻ പഠിപ്പിച്ചിരുന്നത്. ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബ് എത്ര അനുഗ്രഹീതനാണ്. ഹുവൽ ഹയ്യ്, അവൻ എന്നെന്നും നിലനിൽക്കുന്നവനാണ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ആരാധ്യനില്ല. ഫദ്ഉഹു, നിങ്ങൾ അവനോടാണ് ദുആ ചെയ്യേണ്ടത്. മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അല്ലാഹുവിന് മാത്രമാക്കിക്കൊണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും.
അപ്പോ അള്ളാഹു ഏകനായ റബ്ബിനെ കൃത്യമായി വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കിയ ഒരു അടിമ അള്ളാഹുവിനല്ലാതെ മറ്റൊരു സൃഷ്ടിക്കും മനസ്സിൽ അഭയകേന്ദ്രമായി അള്ളാഹുവിനെ അല്ലാതെ കാണുകയില്ല, മറ്റൊരു സൃഷ്ടിക്കും സ്ഥാനം നൽകുകയില്ല. എന്നെ അള്ളാഹുവിനേക്കാൾ അറിയുന്ന മറ്റൊരു സൃഷ്ടിയുമില്ല. മാത്രമല്ല അള്ളാഹുവിലേക്ക് എന്നെ അടുപ്പിക്കാൻ അള്ളാഹുവിനേക്കാൾ എന്നോട് കാരുണ്യമുള്ള മറ്റൊരു സൃഷ്ടിയുമില്ല എന്ന് വളരെ കൃത്യമായി അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഒരു മുസ്ലിമിന് മനസ്സിലാകും. അതാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യ്, ആദ്യവും അന്ത്യവും ഇല്ലാതെ നിലനിൽക്കുക. അതാ ഞാൻ പറഞ്ഞ ഒരു ആയത്തുൽ കുർസി പഠിക്കേണ്ട വിധം പഠിച്ച ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് സംഭവിക്കുകയില്ല. അള്ളാഹു അല്ലാത്ത ഒരു ശക്തിക്കും അവന്റെ മനസ്സിൽ സ്ഥാനമുണ്ടാവുകയുമില്ല. ഇനി രണ്ടാമത്തെ പദം നോക്കൂ നിങ്ങൾ, അൽ ഖയ്യൂം എന്നാണ് രണ്ടാമത്തെ വാക്ക്. എന്താണ് ആ വാക്കിന് അർത്ഥം? എല്ലാം നിയന്ത്രിക്കുന്നവൻ എന്നാണ് ആ വാക്കിന് അർത്ഥം. എല്ലാം നിയന്ത്രിക്കുന്നവൻ. നോക്കൂ നിങ്ങൾ, ഈ പ്രപഞ്ചം, കോടാനുകോടി ഗ്രഹങ്ങളുള്ള ഈ പ്രപഞ്ചം വളരെ കൃത്യമായി നിയന്ത്രിക്കപ്പെടുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. ഇപ്പൊ നമ്മളെ വീട്ടിലെ ചുമരിൽ തൂങ്ങുന്ന കലണ്ടറിൽ ഇന്ന് സൂര്യൻ എത്ര മണിക്ക് എത്ര മിനിറ്റിൽ ഉദിച്ചു, അല്ലെ നാളെ എത്ര മണിക്ക് ഉദിക്കും, എത്ര മണിക്ക് അസ്തമിക്കും, അത് ചുമരിലെ കലണ്ടറിൽ നമുക്ക് കാണാം. അത് നാളെത്തതോ 100 വർഷം അപ്പുറത്തതോ അല്ല, ഒരു 1000 വർഷം കഴിഞ്ഞാലും 10,000 വർഷം കഴിഞ്ഞാലും സൂര്യൻ എത്ര മണിക്ക് ഉദിക്കും, എത്ര മണിക്ക് അസ്തമിക്കും, എത്ര മിനിറ്റിൽ എത്ര സെക്കൻഡിൽ എന്ന് ഇന്ന് കണക്ക് കൂട്ടി പറയാൻ നമുക്ക് സാധിക്കും. അതെങ്ങനെയാ സാധിക്കുന്നത്? ഒരു സെക്കൻഡ് പോലും തെറ്റാത്ത വ്യവസ്ഥയിലാണ് ഭൂമി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം ഒരു ഭൂമിയുടെയോ ഒരു സൂര്യന്റെയോ ഒരു ചന്ദ്രന്റെയോ അവസ്ഥയല്ല. എത്ര കോടിയുണ്ട് എന്ന് മനുഷ്യർക്കറിയാത്ത കോടാനുകോടി ഗ്രഹങ്ങൾ, ആ ഗ്രഹങ്ങളൊക്കെയും ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡ് പോലും തെറ്റാത്ത വ്യവസ്ഥയിൽ. നിഷേധിക്കാൻ കഴിയോ? അത് അങ്ങനെ ഒരു സംഭവമല്ല എന്ന് യുക്തിവാദിക്ക് നിഷേധിക്കാൻ കഴിയോ? അള്ളാഹ് പറയാണ് അത് നിയന്ത്രിക്കപ്പെടുന്നുണ്ട് എന്ന് ആർക്കാ നിഷേധിക്കാൻ കഴിയുക? ബുദ്ധിയുള്ള ഒരു മനുഷ്യനും അത് നിഷേധിക്കാൻ കഴിയില്ല. അതാ റബ്ബ് പറഞ്ഞത്, അത്ര കൃത്യമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ ഖയ്യൂം ആ അള്ളാഹു ആണ്. അപ്പം ഇങ്ങനെ ഒരു നിയന്ത്രണം നടക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ നിയന്ത്രിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ കൃത്യമായ ഒരു വ്യവസ്ഥയില്ല എന്ന് ഒന്നുകിൽ നിരീശ്വരവാദിക്ക് പറയാൻ സാധിക്കണം. അതല്ലെങ്കിൽ എങ്ങനെ ആ നിയന്ത്രണം അത്ര കൃത്യമായി വ്യവസ്ഥാപിതമായി എന്ന് പറയാൻ സാധിക്കണം. അതാണ് സൃഷ്ടാവായ റബ്ബ് പറയുന്നത്, അത് വളരെ കൃത്യമായി നിയന്ത്രിക്കപ്പെടുന്നു, അത് നിയന്ത്രിക്കുന്നവൻ ഞാനാണ്. അതാണ് അള്ളാഹുവിന്റെ വിശേഷണമായി അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യ് അൽ ഖയ്യൂം, ഈ പ്രപഞ്ചത്തെ മുഴുവൻ കൃത്യമായി വ്യവസ്ഥാപിതമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ. എന്നിട്ട് ആ റബ്ബ് മാത്രമാണ് ആരാധ്യനെന്നും അവൻ ഏകനാണ് എന്നും നമ്മെ ബോധ്യപ്പെടുത്താനും ഇതേ വ്യവസ്ഥ തന്നെയാണ് റബ്ബ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ ഏകമായ കൃത്യമായ വ്യവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ് ഏകനാണ് എന്നും അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത്. അള്ളാഹ് പറയാൻ, ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹ് ലഫസദതാ ഫസുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ. ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹ്, ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു അല്ലാത്ത മറ്റൊരു ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ ലഫസദത, ഈ ആകാശഭൂമികൾ ആകെ കുഴപ്പത്തിലായി പോകുമായിരുന്നു. അള്ളാഹ് പറഞ്ഞു. അപ്പൊ ഇതിന്റെ കൃത്യമായ വ്യവസ്ഥ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അള്ളാഹുവിന്റെ അറിവും അള്ളാഹുവിന്റെ കഴിവും അള്ളാഹുവിന്റെ ശേഷിയും ഒക്കെ നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. എന്നതുപോലെ തന്നെ ആ സൃഷ്ടാവ് ഏകനാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതും ഈ പ്രപഞ്ചത്തിന്റെ വളരെ കൃത്യമായ ഏകമായ താളപ്പൊരുത്തത്തോടു കൂടിയുള്ള ആ വ്യവസ്ഥയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അള്ളാഹു അല്ലാത്ത മറ്റൊരു ശക്തി ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാനുണ്ടായിരുന്നുവെങ്കിൽ ഈ വ്യവസ്ഥകൾ മുഴുവൻ താറുമാറായി പോകുമായിരുന്നു. അള്ളാഹു എത്ര പരിശുദ്ധനാണ്. റബ്ബുൽ അർശ്, അർശിന്റെ നാഥൻ. അമ്മാ യസിഫൂൻ, അവര് വിവരിക്കുന്നതിൽ നിന്ന്, അവർ വർണ്ണിക്കുന്നതിൽ നിന്ന്, അവർ സങ്കല്പിച്ചുണ്ടാക്കുന്ന ആരാധ്യന്മാരിൽ നിന്ന് ഒക്കെ പരിശുദ്ധനാകുന്നു അള്ളാഹു.
അപ്പൊ ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യനും ബോധ്യപ്പെടുന്ന, അല്ലെങ്കിൽ അള്ളാഹു നൽകിയ ബുദ്ധി, ആ ബുദ്ധി കൊണ്ട് ഓരോരുത്തരും ചിന്തിച്ച് മനസ്സിലാക്കാവുന്ന വളരെ കൃത്യമായ യാഥാർത്ഥ്യങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അറിവ്, അള്ളാഹുവിന്റെ കഴിവ്, അള്ളാഹുവിന്റെ ശേഷി ഇതൊക്കെ ബോധ്യപ്പെടുത്തുകയും അള്ളാഹു ഏകനാണെന്ന് ബോധ്യപ്പെടുത്തുകയും ആ ബുദ്ധിക്ക് മനുഷ്യന് ബോധ്യപ്പെടുന്നതോടൊപ്പം പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പിന്നെ മനുഷ്യർ എങ്ങനെ തെറ്റിപ്പോകുന്നു? അത് അള്ളാഹു പറയാൻ, എന്റെ എല്ലാ അടിമകളെയും ഞാൻ ഋജുമനസ്കരായിക്കൊണ്ട് നേർക്ക് നേരെ വക്രതയില്ലാതെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കാവുന്ന രൂപത്തിലാണ് സൃഷ്ടിച്ചത്. അള്ളാഹ് പറയാം. എന്നിട്ടോ അവരുടെ അടുക്കൽ ശൈത്താൻ വന്നു. എന്നിട്ടോ ഫജ്താലത്തുഹും അൻ ദീനിഹിം, അവരുടെ പ്രകൃതി മതത്തിൽ നിന്ന് അവരെ പിഴുതെടുത്തു. വഹറമത്ത് അലൈഹിം മാ അഹ്ലൽതു ലഹും, ആ ശൈത്താൻ ഞാൻ അവർക്ക് അനുവദിച്ചു കൊടുത്തതൊക്കെ അവർക്ക് ഹറാമാക്കി പലതും. വഅമർതുഹും, അവരോട് കൽപ്പിച്ചു ആ ശൈത്താൻ, അൻ യുശ്രികൂ ബി, എന്നിൽ പങ്കു ചേർക്കാൻ. പല ന്യായീകരണങ്ങൾ തോന്നിപ്പിച്ചു. അള്ളാഹുവിന്റെ അടുത്ത ആളുകളല്ലേ എന്ന് തോന്നിപ്പിച്ചു. അള്ളാഹു അല്ലാത്ത ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവായ ഏക ശക്തിയല്ലാതെ മറ്റൊരു ശക്തിയില്ല. എന്നാലും മറ്റ് പല ന്യായീകരണങ്ങളും പറഞ്ഞുകൊണ്ട് അവനെ കടുപ്പിക്കുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ടും മനസ്സാന്നിധ്യം കിട്ടാൻ വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടും പല ന്യായീകരണങ്ങൾ തോന്നിപ്പിച്ചുകൊണ്ടും പിശാച് അവരോട്, അള്ളാഹു പറയാം, പിശാച് അവരോട് അമറത്തുഹും അൻ യുശ്രികൂ ബി, ആ ശൈത്താൻമാർ അവരോട് എനിക്ക് പങ്കു ചേർക്കാൻ കൽപ്പിച്ചു. മാലം ഉനസ്സിൽ ബിഹി സുൽത്താന, ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അള്ളാഹു അറിയിച്ചതായിട്ട് റസൂൽ തിരുമേനി നേർക്ക് നേരെ നമുക്ക് അറിയിച്ചു തരുന്ന ഖുദ്സിയായ ഹദീസ. എന്നിട്ട് പറയാ, മാലം ഉനസ്സിൽ ബിഹി സുൽത്താന, ഞാൻ അവർക്ക് യാതൊരു രേഖയും അവതരിപ്പിച്ചിട്ടില്ല. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ ഞാനൊരു രേഖയും അവതരിപ്പിച്ചിട്ടില്ല. എന്നാൽ ശൈത്താൻ അവരുടെ അടുക്കൽ വന്നിട്ട് പല ന്യായീകരണങ്ങൾ തോന്നിപ്പിച്ചു കൊടുക്കാൻ. അള്ളാഹു ഖുർആനിൽ എവിടെയും നിങ്ങൾക്ക് എന്നിലേക്ക് അടുക്കാനുള്ള മാധ്യമമായി ഞാൻ മഹാന്മാരെ നിശ്ചയിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ മഹാന്മാരിലോട് തേടിക്കൊണ്ട് എന്നിലേക്ക് അടുത്തുകൊള്ളൂ എന്ന് കൽപ്പിച്ചിട്ടില്ല. അള്ളാഹു നിങ്ങൾക്ക് എന്നിലേക്ക് അടുക്കാൻ ഏതെങ്കിലും രൂപങ്ങളോ പ്രതിരൂപങ്ങളോ ചിത്രങ്ങളോ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു, അതിലൂടെ നിങ്ങൾ എന്നിലേക്ക് അടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. അത് അള്ളാഹു പറയാം, മാലം ഉനസ്സിൽ ബിഹി സുൽത്താന, ഒരു രേഖയും തെളിവും ഞാൻ അവതരിപ്പിച്ചിട്ടില്ല. ഇതൊക്കെ മനുഷ്യ ബുദ്ധിക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന രൂപത്തിലാണ് ഞാൻ അവരെ സംവിധാനിച്ചത്, സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു പറയാം. ആർക്കാ നിഷേധിക്കാൻ കഴിയുക? അള്ളാഹുവിന്റെ അറിവ്, കഴിവ്, അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ കൃത്യമായ വ്യവസ്ഥ, ഇതൊക്കെ ഏത് ബുദ്ധിക്കാൻ നിഷേധിക്കാൻ കഴിയുക? ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും അറിഞ്ഞിട്ടും അള്ളാഹുവിന് കീഴൊതുങ്ങാതെ എല്ലാത്തിനെയും നിഷേധിക്കാം. നോക്കൂ നിങ്ങൾ, ഇപ്പൊ ഒരു മനുഷ്യനെ അള്ളാഹു ഇല്ല എന്ന് പറയാനുള്ള നാവ്, അള്ളാഹു ഇല്ല എന്ന് പറയാനുള്ള സംസാരശേഷി, അള്ളാഹു ഇല്ല എന്ന് പറയാനുള്ള കഴിവ്, ഇതൊന്നും ഈ കഴിവ്, സംസാരശേഷി, അറിവ്, കഴിവ്, ഇതൊന്നും മനുഷ്യന്റെ കഴിവപ്പെട്ടതല്ല. എന്റെ തലച്ചോറും എന്റെ ബുദ്ധിയും ഞാൻ തലച്ചോറിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന വാക്കുകളും ആ അറിവുകളും, അത് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ നാവിട്ട് പഠിപ്പിച്ച് സംസാരിക്കണം എന്ന് ആ കഴിവ്, ഇതൊന്നും എന്റെ നിയന്ത്രണത്തിൽപ്പെട്ടതല്ല. ഈ കഴിവൊന്നും, ഒരു കഴിവും എന്റെ കയ്യിൽപ്പെട്ട. അത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ലഹു മാഫിസ് സമാവാതി വ മാഫിൽ അർദ്. ആയത്തുൽ കുർസി തന്നെ പറഞ്ഞില്ലേ, ലഹു മാഫിസ് സമാവാതി വ മാഫിൽ അർദ്. ആകാശഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ അള്ളാഹുവിൻ്റെതാണ്. ഒരു രോമം പോലും സൃഷ്ടിക്കാനുള്ള കഴിവ് നമുക്കില്ല. നാവും സംസാരശേഷിയും തലച്ചോറും, ഇപ്പൊ മനുഷ്യൻ കണ്ണുകൊണ്ട് കാണുന്നു, കാതുകൊണ്ട് കേൾക്കുന്നു, അറിവ് പല ഭാഷകളിലായി തലച്ചോറ് സ്റ്റോർ ചെയ്യുന്നു. മലയാളം അറിയാം, ഇംഗ്ലീഷ് അറിയാം, അറബി അറിയാം, നമുക്കൊക്കെ പലർക്കും. അതൊക്കെ ആവശ്യമായ സമയത്ത് ആവശ്യമായ രൂപത്തിൽ നാവിട്ട് പഠിപ്പിച്ചുകൊണ്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട്. ഇതൊന്നും എന്റെ കൈയോ എന്റെ കാലോ എന്റെ തലച്ചോറോ എന്റെ നിങ്ങളുടെയും ശരീരമോ ഇതൊന്നും നമ്മൾ ആരുണ്ടാക്കിയതല്ല. ലഹു മാഫിസ് സമാവാതി വ മാഫിൽ അർദ്. ആകാശഭൂമികളിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ അള്ളാഹുവിൻ്റെതാണ് എന്ന് അത് ബോധ്യപ്പെട്ടിട്ടും അങ്ങനെ ഒരു സംവിധാനിച്ച ശക്തിയില്ല, അങ്ങനെ തലച്ചോറ് സംവിധാനിച്ച ഒരു ശക്തിയില്ല, അങ്ങനെ അറിവുകൾ സ്റ്റോർ ചെയ്യാൻ സംവിധാനിച്ച ഒരു ശക്തിയില്ല. അവ ഉദ്ദേശിക്കുന്ന സമയത്ത് തലച്ചോറ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള അക്ഷരങ്ങളും വാക്കുകളും നാവിട്ട്
പഠിപ്പിച്ച് സംസാരിക്കാൻ കഴിവ് നൽകിയ ഒരു ശേഷിയില്ല എന്ന് നിഷേധിക്കുന്ന ധിക്കാരിയായ മനുഷ്യൻ, ആ ധിക്കാരത്തിന് പ്രേരിപ്പിക്കുന്നത് പിശാചാണ്. അപ്പൊ അള്ളാഹു പറയാൻ, അങ്ങനെ അള്ളാഹുവിനെ ധിക്കരിച്ചവനായി, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്തുവനായി ചെയ്യുന്നവനായി ജീവിച്ചിട്ട്, അതല്ലെങ്കിൽ താന്തോന്നിയായി ജീവിച്ചിട്ട് റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുമ്പോ ആ റബ്ബിന്റെ അടുക്കൽ അവന് വേണ്ടി ശുപാർശ ചെയ്യാൻ ആരുണ്ട്? അപ്പൊ അള്ളാഹു മനുഷ്യന്റെ ബുദ്ധിയും ശേഷിയും ഒക്കെ സംവിധാനിച്ചതൊക്കെ കൃത്യമായി ബോധ്യപ്പെടുന്ന രൂപത്തിലാണ്. അത് ബോധ്യപ്പെട്ടിട്ടും അള്ളാഹുവിനെ നിഷേധിക്കുകയോ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയോ അള്ളാഹുവിന് കീഴൊതുങ്ങാതെ താന്തോന്നിയായി ജീവിക്കുകയോ ചെയ്തിട്ട് റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുമ്പോ അവന്റെ അടുക്കൽ അവന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ, ശുപാർശ ചെയ്ത് അവനെ രക്ഷപ്പെടുത്താൻ അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ, അള്ളാഹു പങ്കു ചേർത്തതിന്റെ പേരിൽ, താന്തോന്നിയായി ജീവിച്ചതിന്റെ പേരിൽ, അക്രമിയായി ജീവിച്ചതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നിങ്ങളെ റെക്കമെൻഡ് ചെയ്ത് രക്ഷപ്പെടുത്താൻ ആരുണ്ട്? അള്ളാന്റെ ചോദ്യമാണ്. തീർച്ചയായും ഒരാളും റബ്ബിന്റെ അടുക്കൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താനില്ല. ശിർക്ക് ചെയ്താലും അള്ളാഹുവിനെ നിഷേധിച്ചാലും അള്ളാഹുവിന്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് താന്തോന്നികളായി ജീവിച്ചാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ, അനീതിപൂർവകമായി നമുക്ക് രക്ഷ വാങ്ങിത്തരാൻ മറ്റൊരാൾക്കും കഴിയില്ല. ഒരാൾക്കും നമ്മെ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ആയത്തുൽ കുർസി കൃത്യമായി അർത്ഥസഹിതം പഠിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ശിർക്ക് സംഭവിക്കുകയില്ല, ബഹുദൈവ വിശ്വാസിയാവുകയില്ല, ജീവിതത്തിൽ താന്തോന്നിയായി ജീവിക്കുകയില്ല. അള്ളാഹുവിന് കീഴൊതുങ്ങി അവന്റെ വിനീതനായ ദാസനായി ജീവിക്കാൻ അവൻ തയ്യാറാവും. ആ നിലക്ക് അള്ളാഹുവിനെ അറിയുക, മനസ്സിലാക്കുക, അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുക. സർവശക്തനായ റബ്ബ് എനിക്കും എന്നെയും നിങ്ങളെയും അതിന് തുണക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീൻ റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ലോകത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരൊക്കെ ആദ്യമായി ജനങ്ങളെ ബോധവൽക്കരിച്ചത് അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തിയത് ഏകനായ അള്ളാഹുവിനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ആദ്യം അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തിയത് എന്ന് അള്ളാഹു തന്നെ നമുക്ക് വിശദീകരിച്ചിരുന്നുണ്ട്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. വമാ അർസൽനാ മിൻ ഖബ്ലിക, നബിയെ താങ്കൾക്ക് മുമ്പ് ഒരു ദൂതനെയും നാം നിയോഗിച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, അവനിലേക്ക്, ആ പ്രവാചകനിലേക്ക് വഹി നൽകിക്കൊണ്ടല്ലാതെ, അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഒരു ആരാധ്യനില്ല. അപ്പൊ അള്ളാഹുവിന്റെ അറിവ്, കഴിവ്, ശേഷി, ഏകത്വം ഇതൊക്കെ ബോധ്യപ്പെടുത്തി. എന്തിന്? ഫഅബ്ദൂൻ, അവന് കീഴൊതുങ്ങി ജീവിക്കാൻ വേണ്ടി. അള്ളാഹിനെ അറിഞ്ഞാൽ അള്ളാഹ്ക്ക് കീഴൊതുങ്ങി ജീവിക്കും. അതുകൊണ്ടാണ് ആദ്യമായി പ്രവാചകന്മാരൊക്കെ അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തിയത്. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കി, ബോധ്യപ്പെടേണ്ട വിധം ബോധ്യപ്പെട്ടാൽ അവൻ അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്നവരായി. അതാ ഫഅബ്ദൂൻ, എനിക്ക് ഇബാദത്ത് എടുക്കുക, എനിക്ക് കീഴൊതുങ്ങി ജീവിക്കുക എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് എത്തും. അപ്പോ അള്ളാഹുവിനെ കീഴൊതുങ്ങി ജീവിക്കാൻ തയ്യാറാകുന്ന ഒരു മനുഷ്യൻ പിന്നെ അവൻ ഒരിക്കലും എന്താവില്ല, ഒരക്രമിയാവുകയില്ല. എല്ലാ സൃഷ്ടികളും, എല്ലാ മനുഷ്യരും അള്ളാന്റെ സൃഷ്ടികളാണ്. അള്ളാന്റെ അടിമകൾ എന്ന നിലയ്ക്ക് അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കേണ്ടുന്നവരാണ്. എല്ലാവരും അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകേണ്ടുന്നവരാണ്. അവനവന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു അണുത്തൂക്കം നന്മ ചെയ്താൽ അതും ഒരു അണുത്തൂക്കം തിന്മ ചെയ്താൽ അതും നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുകയും എന്നെ അള്ളാഹു ചോദ്യം ചെയ്യുകയും ചെയ്യും എന്ന് ബോധ്യമുള്ളവനായിരിക്കും ഓരോ മനുഷ്യനും. അതുകൊണ്ട് തന്നെ ഏകോദര സഹോദരന്മാരെ പോലെ സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്നവരായിരിക്കും ഓരോ മനുഷ്യനും. അതാണ് അള്ളാഹിനെ കുറിച്ച് ആദ്യം ബോധ്യപ്പെടുത്തിയത്. നോക്കൂ നിങ്ങൾ, അള്ളാഹു നമ്മെ അറിയിക്കുന്ന ഒരു കാര്യം, യാ ഇബാദി, എന്റെ ദാസന്മാരെ, ഇന്നി ഹറംതു ളുൽമ അലാ നഫ്സി, ഞാൻ അക്രമം ചെയ്യാന്നുള്ളത് എന്റെ മേൽ ഞാൻ നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഫലാ തളാലിമു, നിങ്ങളും അക്രമം കാണിക്കരുത്, നിങ്ങളും ഒരാളോടും അനീതിയും അക്രമവും കാണിക്കരുത്. അള്ളാഹ് പറയാണ്,
എന്റെ മേൽ അക്രമം കാണിക്കുക, അനീതി കാണിക്കുക എന്നത് ഞാൻ എന്റെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു. നിങ്ങളും ഒരാളോടും അക്രമവും അനീതിയും കാണിക്കരുത് അല്ലാഹു പറയാം. അതുകൊണ്ട് തന്നെ ആ ബോധ്യമുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും അക്രമിയോ അനീതി ചെയ്യുന്നവനോ താന്തോന്നിയോ ആവുകയില്ല. ഇന്നിപ്പോ ഇന്ത്യ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്നത് പഹൽഗാമിലെ ഭീകരാക്രമണത്തെ കുറിച്ചാണ്. അത് ചെയ്തത് ഒരിക്കലും മുസ്ലിമീങ്ങളാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. കാരണം മുസ്ലിം എന്ന് പറഞ്ഞാൽ താടി നീട്ടിയവനെന്നോ നിസ്കാരത്താമ്പുള്ളവനെന്നോ തൊപ്പി വെച്ചവനെന്നോ അറബി പേരുള്ളവനെന്നോ ഒരു നിർവചനം അല്ലാഹുവോ റസൂലോ പഠിപ്പിച്ചിട്ടില്ല. അക്രമം ചെയ്തത് നിരപരാധികളായ സാധുക്കളെ കൊന്നൊടുക്കിയത് മുസ്ലിമീങ്ങളാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ മുസ്ലിം അല്ല. യാതൊരു സംശയത്തിനും ഇടയില്ലാതെ വിധം തീർത്ത് നമുക്ക് പറയാൻ സാധിക്കും. കാരണം മുസ്ലിം ആരാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അനുസ്മരിക്കാൻ പോവുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹ് പറഞ്ഞു, അള്ളാഹുവിന്റെ റബ്ബിന്റെ നിയമങ്ങൾക്ക് കീഴൊതുങ്ങണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ റബ്ബിന് കീഴൊതുങ്ങിയിരിക്കുന്നു. റബ്ബിന് കീഴൊതുങ്ങിയ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ ആക്രമിക്കുകയോ കൊല്ലുകയോ ചെയ്യില്ല എന്ന് മാത്രമല്ല, നിരുപദ്രവകാരിയായ ഒരു ജീവിയെ പോലും ആക്രമിക്കാൻ റബ്ബിന് കീഴൊതുങ്ങിയ ഒരു മനുഷ്യന് സാധ്യമല്ല. ഒരു മനുഷ്യനെ കൊല്ലാൻ എന്നിട്ടല്ല സാധിക്കുന്നത്. കാരണം എന്താന്ന് ചോദിച്ചാൽ അള്ളാഹുവിന് കീഴൊതുങ്ങിയ ഒരു മുസ്ലിമിന് അറിയാം, വമൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല الناس ജമീഅ. അന്യായമായി ഒരു മനുഷ്യനെ നിങ്ങൾ വധിക്കുന്നുവെങ്കിൽ അവൻ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും വധിച്ചവനെ പോലെയാണ്. അള്ളാഹിന്റെ ഖുർആനിലെ പ്രസ്താവനയാണ്. പിന്നെ അങ്ങനെ അള്ളാഹ്ക്ക് കീഴൊതുങ്ങിയ ഒരു മുസ്ലിമിന് മറ്റൊരു മനുഷ്യനെ, നിരപരാധിയായ മനുഷ്യനെ കൊല്ലാൻ സാധിക്കാം? അതാ ഞാൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ ഖുർആൻ മുസ്ലിം എന്ന വാക്കിന് അറബിയിൽ പേരുള്ളവൻ എന്നല്ല പറഞ്ഞത്. നിസ്കാരത്താമ്പുള്ളവനെന്നോ വലിയ താടിയുള്ളവനെന്നോ തൊപ്പി വെച്ചവൻ എന്നല്ല പറഞ്ഞത്. അവ ഇത് ആര് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയാലും ശരി, ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളെയും തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും അരിക്കാക്കി കളയാം എന്ന് ഒരാളും വിചാരിക്കേണ്ടതില്ല എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അപ്പം ഇസ്ലാമും മുസ്ലിമീങ്ങളും ക്രൂരന്മാരാണ്, ഭീകരന്മാരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പല നിലക്കുള്ള ആസൂത്രണങ്ങളും പ്രവർത്തനങ്ങളും ലോകത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഇസ്ലാമും മുസ്ലിമീങ്ങളും അത് ഏറ്റെടുക്കുന്നില്ല. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും അത് ചെയ്യാൻ സാധ്യമല്ല. ഇത്തരം പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും അത് മുസ്ലിമീങ്ങളുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഭീകരന്മാരായി ചിത്രീകരിച്ചുകൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്, സൂര്യപ്രകാശത്തെ ഒരിക്കലും കൈക്കുമ്പിൾ കൊണ്ട് മറക്കാൻ സാധ്യമല്ല എന്ന് മാത്രം. ഒരിക്കലും ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഇങ്ങനെ ചെയ്യാൻ സാധ്യമല്ല. ആര് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയാലും ശരി, ഇസ്ലാമും മുസ്ലിമീങ്ങളും അത് ഏറ്റെടുക്കേണ്ടതുമില്ല. ഏതായിരുന്നാലും ആ നിരപരാധികളായ ആളുകൾക്ക് ഉണ്ടായിത്തീർന്നിട്ടുള്ള അങ്ങേയറ്റത്തെ ദുരിതം, അവരുടെ കുടുംബത്തിന് വന്നിട്ടുള്ള നഷ്ടം, അള്ളാഹു അവരുടെ കുടുംബത്തിൽ, ആ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകളുടെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ചെറിയുമാറാവട്ടെ. ഇസ്ലാം എന്നും ശാന്തിയും സമാധാനവും ആഗ്രഹിച്ചിട്ടുള്ളതാണ്. ജീവികളെപ്പോഴും പോലും കാരുണ്യം കാണിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുള്ള മതത്തിന്റെ അനുയായികളാണ് മുസ്ലിമീങ്ങൾ. അവർക്കൊരിക്കലും മറ്റൊരുത്തനെ ആക്രമിക്കാനോ കൊന്നൊടുക്കാനോ സാധ്യമല്ല എന്നുള്ള ബോധ്യമുള്ളവരായിരിക്കണം ഓരോ മുസ്ലിമും. യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് നമ്മൾ പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം. ഏതെങ്കിലും യുദ്ധ സാഹചര്യങ്ങളിൽ വന്നിട്ടുള്ള അപ്പൊ നമ്മളെ നശിപ്പിക്കാൻ ഒരു കൂട്ടം അക്രമങ്ങൾ പുറത്തുനിന്ന് വരികയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കയ്യും കാട്ടി നിന്നു കൊടുക്കണം എന്നല്ലല്ലോ പറയാ. അവിടെ നിങ്ങൾ എങ്ങനെ പ്രതിരോധിക്കേണ്ടത് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിപ്പിക്കപ്പെട്ട ചില സന്ദർഭങ്ങളിൽ ഒരു സമുദായത്തെ ഒന്നടങ്കം നശിപ്പിക്കാനും ആക്രമിക്കാനും വരുമ്പോ പ്രതിരോധിക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ള ആയത്തുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരിക്കലും ഇസ്ലാം ഭീകരവാദമാണെന്ന് പഠിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും വളരെ കൃത്യമായി മനസ്സിലാക്കിയ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവൻ ഭീകരവാദിയോ അക്രമിയോ ആവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരിക്കലും
ഒരു സമൂഹത്തിൽ ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് കീഴൊതുങ്ങി ജീവിക്കുക. നമ്മുടെ നാട്ടിലെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. ഇതാണ് ഓരോ മുസ്ലിമിന്റെയും ബാധ്യത. നാട്ടില് മുസ്ലിം ആയിരുന്നാലും അമുസ്ലിമായിരുന്നാലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നാലും എല്ലാവരോടും നന്മയിലും സ്നേഹത്തിലും സാഹോദര്യത്തിലും കാരുണ്യത്തിലും വർത്തിക്കണമെന്നാണ് നമ്മുടെ മതം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നാട്ടിന്റെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ നാടിന്റെ ശാന്തിയും സമാധാനവും അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. മറ്റ് വ്യത്യസ്ത മത വിഭാഗങ്ങൾ സാഹോദര്യത്തോടു കൂടി ജീവിക്കുന്ന ഈ നാട്ടിന്റെ ശാന്തിയും സമാധാനവും അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. പ്രത്യേകമായ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഈ വർഷം ഹജ്ജിന് പോകാൻ സൗഭാഗ്യം ലഭിച്ചിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള രണ്ടാളുകൾക്ക് വരുന്ന തിങ്കളാഴ്ച അസർ നമസ്കാരത്തിന് ശേഷം നമ്മൾ യാത്രയപ്പോൾ ഒരുക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയും ഞങ്ങളിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് പൊറത്തു തന്ന റഹ്മാനെ, കാരുണ്യവാനായ റബ്ബെ, നിന്റെ ദീനിനെ യഥാവിധി മനസ്സിലാക്കി യഖീനായ ഈമാനോടുകൂടി ജീവിച്ച് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ച് മരിക്കുന്ന വിശ്വാസികളും വിജയികൾ ഞങ്ങളെ ഓരോരുത്തരും ഉൾപ്പെടുത്തുന്ന റഹ്മാനെ, കാരുണ്യവാനായ റബ്ബെ, അന്ത്യദിനത്തിന്റെ എല്ലാ ഫിത്തനകളിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണ റഹ്മാനെ. ഒരു അമ്പിൽ നിന്ന് വില്ല് തെറിച്ചു പോകുന്നത് പോലെ ഈമാനിൽ നിന്ന് തെറിച്ചു പോകുന്ന ഒരു അവസ്ഥ അന്ത്യദിനത്തിൽ ആളുകളിൽ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ ഈമാനിൽ നിന്ന് തെറ്റിപ്പോകുന്ന ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തല്ലേ റഹ്മാനെ. റബ്ബേ, ശരിയായ ഈമാനും അറിവും ഈമാൻ ലഭിക്കാൻ ആവശ്യമായ അറിവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് പ്രദാനം ചെയ്യണ റഹ്മാനെ. യഖീനായ ഈമാൻ ലഭിക്കാൻ ആവശ്യമായ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ എല്ലാവരെയും യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിച്ച് ഈമാനോട് കൂടി മരിപ്പിക്കുകയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ ഏവരെയും നീ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള വിശ്വാസികളുമായിട്ടുള്ള ആളുകൾക്ക് നീ പാപമോചനം നൽകുകയും അവരെയും ഞങ്ങളിൽ നിന്നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് നീ ശിഫ വർഷിപ്പിക്കണം റഹ്മാനെ. ജുമാക്ക് പോലും വരാൻ സാധിക്കാതെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. നാഥ, അവർക്ക് നീ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളെ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാതരം പരീക്ഷണങ്ങളിൽ നീ നീക്കിത്തരണം തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബെ, ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കാത്ത മാരകമായ രോഗങ്ങളിൽ നിന്ന് കഠിനമായ പരീക്ഷണങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരും നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, രണ്ട് ലോകത്ത് ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബനാ തഖബ്ബൽ منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.